ഓം ശാന്തി. ശിവനും ഞാനും എന്ന ഓൺലൈൻ ക്യാമ്പയിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ സെഷനിൽ നമ്മൾ ശിവരാത്രിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ശിവതത്വത്തെക്കുറിച്ച് ഗഹനമായി ആഴമായി അറിയാം. നമ്മുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, 3 കാലങ്ങളിലും ഈശ്വരനെ ഒഴിച്ചു കൂട്ടാൻ പറ്റില്ല, ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഈശ്വരനെ അറിയേണ്ടത് അത്യാവശ്യമാണ്. ജന്മനാ തന്നെ അനേക ജന്മങ്ങളിലെ പാപകർമ്മങ്ങളുമായിട്ടാണ് ജനിച്ചത്. ആ ജന്മ പാപം, സഞ്ചിത പാപകർമ്മം എന്നൊക്കെ പറയും അല്ലേ. നമഃശിവായ പാർവതീശ പാപനാശന ഹരേ എന്നാണ് ഹരിനാമ കീർത്തനത്തിൽ നമ്മൾ പാടുന്നത്. പാപങ്ങളെ നശിപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല, പരമശിവന് മാത്രമേ സാധിക്കുള്ളൂ. പരമശിവൻ്റെ സ്മൃതിക്ക് മാത്രമേ പാപങ്ങളെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാവരെയും നമ്മൾ പറയും മാതൃഋണം, അമ്മ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങിയാലും കൊടുത്താലും ഋണമാണ്. പിതൃഋണം, ആചാര്യഋണം, ദേവഋണം, ദേവന്മാരുടെ എന്തെങ്കിലും വാങ്ങുന്നതും കൊടുക്കുന്നതൊക്കെ ഋണമാണ്. അപ്പം കൊടുത്താൽ ഋണം വെച്ചാൽ പാപം, കടം കയറുകയാണ്, ബന്ധനം, ബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ നൈഷ്കർമ്മ്യം നേടുന്നതിനും ബന്ധനമുക്തമാകുന്നതിനും ഋണം, പണ്ട് വാങ്ങിയ ഋണം ഇല്ലാണ്ടാകണം, പാപങ്ങൾ ഇല്ലാണ്ടാകണം എന്നുണ്ടെങ്കിലും പരമാത്മ ശിവനെ ഓർമ്മിക്കാല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല, ഒരു മാർഗമില്ല. ആരും പ്ലെയിൻ സ്ലേറ്റായിട്ടല്ല ജനിക്കുന്നത്, ജന്മനാ തന്നെ എഴുതപ്പെട്ട സ്ലേറ്റാണ്. അതുകൊണ്ട് ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച 3 കുട്ടികൾ, ഒരച്ഛനമ്മ അവർക്ക് ജന്മം കൊടുത്തു, ഒരേപോലെയാണ് വളർത്തിയത്. ഈ കുട്ടിയോട് എന്താണ് അരുതെന്ന് പറഞ്ഞാൽ അതന്നെ മറ്റേ കുട്ടിയോടും പറഞ്ഞത്. ഈ കുട്ടിക്ക് എന്താണോ പറഞ്ഞു കൊടുത്തത് അതന്നെ മറ്റേ കുട്ടിക്കും പറഞ്ഞു കൊടുത്തത്. 3 പേരും ഒരേ അച്ഛനമ്മയും കണ്ടിട്ട് തന്നെയാണ് വളരുന്നതും. പക്ഷെ 3 പേരുടെ സ്വഭാവം 3 രീതിയിലാണ്. എന്തുകൊണ്ടാണ്? എഴുതപ്പെട്ട സ്ലേറ്റായിട്ടാണ് വന്നത്. പുതിയതായിട്ട് നമുക്കൊന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് കരുതലോടെ സ്നേഹത്തോടെ നമുക്ക് കുറച്ച് അതിലൊക്കെ മാച്ചിട്ട് പുതിയതായിട്ട് എഴുതാമെന്നല്ലാണ്ട് മുഴുവനും പൂർണ്ണമായിട്ടും പുതിയതായിട്ട് എഴുതി പിടിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ജന്മനായുള്ള നമ്മുടെ സംസ്കാരത്തിൽ പരിവർത്തനം കൊണ്ടുവരണമെങ്കിൽ ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ജന്മനായുള്ള പാപങ്ങൾ ഭസ്മീകരിക്കണമെങ്കിലും ഭഗവാനെ ഓർമ്മിക്കണം. വർത്തമാന സമയത്ത് നല്ല ശരീരം, ആരോഗ്യം, ദീർഘായുസ്, നല്ല അച്ഛനും അമ്മയും സഹോദരങ്ങൾ, നല്ല ബന്ധുമിത്രാദികൾ, നല്ല വിദ്യാഭ്യാസം, നല്ല അധ്യാപകൻ, നല്ല സഹപാഠികൾ, നല്ലൊരു ജോലി, നല്ല പദവി, അങ്ങനെ എന്ത് കിട്ടണമെങ്കിലും, നല്ലൊരു മരണം വേണമെങ്കിൽ പോലും, ഈ ജന്മത്തിൽ എന്തൊക്കെ വേണോ എല്ലാം നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് മാത്രം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. പറയാറുണ്ട്, മനുഷ്യൻ്റെ പരിശ്രമം പ്ലസ് ഈശ്വരൻ്റെ അനുഗ്രഹം ഈസ് ഈക്വൽ ടു ഭാഗ്യം എന്ന്. ദൈവം അതിനെ അനുഗ്രഹിക്കുന്നിട്ട് കയ്യും കെട്ടിയിരുന്നാലും ഒന്നും കിട്ടില്ല, നമ്മളും പരിശ്രമിക്കണം. നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രം നമുക്ക് എവിടേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. ഭഗവാന്റെ അനുഗ്രഹവും വേണം. അപ്പോൾ വർത്തമാന സമയത്ത് നമുക്ക് ഈശ്വരനെ ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. ഈശ്വര അനുഗ്രഹത്തിന് പാത്രമാകേണ്ടത് അത്യാവശ്യമാണ്. മരിക്കുമ്പോഴും ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ, മരിച്ചതിന് ശേഷം മുക്തിയോ മോക്ഷമോ ജീവൻ മുക്തിയോ എന്ത് വേണമെങ്കിലും ഈശ്വരനെ തരാൻ സാധിക്കുള്ളൂ. അതിനുള്ള താൻ തന്നെ ജന്മം മരണ ചക്രത്തിൽപ്പെട്ട് ഉഴലുന്നത്, അവർക്കെങ്ങനെ വേറൊരു വ്യക്തി ജന്മം മരണ ചക്രത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റും? ഒരാളുടെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് കടലിൽ തള്ളിയിരിക്കുകയാണ്. അയാൾ വെള്ളവും കുടിച്ച് കടലിൽ മുങ്ങിപ്പൊങ്ങി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതേപോലുള്ള വേറൊരാൾ ഇയാളെ കരകയറ്റാൻ പറ്റുമോ? പോക്കാൻ പറ്റുമോ? കരയിൽ നിൽക്കുന്ന ഒരാൾക്കളെ രക്ഷിക്കാൻ പറ്റും. അതേപോലെ ദേഹമുള്ളവരെല്ലാവരും ജന്മ മരണത്തിൽ വരുന്നവരാണ്. അപ്പം ദേഹമില്ലാത്ത നിരാകാരിയായിട്ടുള്ള പരമശിവന് മാത്രമേ നമ്മളെ ജനിമൃതി ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റൂ. മുക്തിയും ജീവൻ മുക്തിയും കൈവല്യവും ഒക്കെ നമുക്ക് നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മരണത്തിന് ശേഷവും നമുക്ക് ഈശ്വരന് ആവശ്യമുണ്ട്. അതിനിപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിനെ ഓർമ്മിക്കണം. അതുകൊണ്ട് ഈശ്വരനെ അറിയുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ അറിയണം ഭഗവാനെക്കുറിച്ച് അല്ലേ? ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ആദ്യം പേരെന്താണെന്ന് അറിയണ്ടേ? ഒരു ഭഗവാന്റെ പേരിനെക്കുറിച്ച് അറിയണം. ബാക്കി എല്ലാവരുടെയും പേര് ജസ്റ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയുള്ള പേര് മാത്രമാണ്. സുശീല എന്നായിരിക്കും പേര്, ചിലപ്പോൾ ദുശീലങ്ങളൊക്കെ കാണാം. പൊന്നമ്മ എന്നായിരിക്കും പേര്, ചിലപ്പം അപ്പടി ദാരിദ്ര്യമായിരിക്കാം ജന്മം, ആ ജന്മം ജീവിതം മുഴുവൻ അങ്ങനെ ആയിരിക്കാം. വാഴുന്നവർ പോലും കഴിച്ചിടാനില്ല.
പേര് പൊന്നമ്മ എന്നാണ് എന്ന് കളിയാക്കാറുണ്ട് അല്ലേ. എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം. അശോകൻ എന്നായിരിക്കും പേര്, ദുഃഖമില്ലാതിരിക്കും. സന്തോഷ് എന്നായിരിക്കും പേര്, ദുഃഖം ഉണ്ടാവും. അമർനാഥൻ, അമരൻ എന്നൊക്കെ ആയിരിക്കും പേര്, അമർ എന്നൊക്കെ പേര്. മരിക്കാതിരിക്കാൻ പറ്റുമോ? സമയമാകുമ്പോൾ അവർക്ക് മരിക്കണം. ഇങ്ങനെ പേരിന് തകുന്ന പോലെ അവരുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈശ്വരൻ്റെ പേര് അങ്ങനെയല്ല. ഭഗവാന്റെ പേര് ഒന്നുകിൽ ഈശ്വരൻ്റെ ഗുണം ആയതുകൊണ്ടായിരിക്കും, അതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ കർത്തവ്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന്റെ പേര് ഗുണവാചക ശബ്ദമാണ്, കർത്തവ്യവാചക ശബ്ദമാണ് എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. ഭഗവാന്റെ പേരിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാറ്? ശിവൻ എന്ന് വെച്ചാൽ തന്നെ മംഗളകാരി എന്നർത്ഥം. സർവരുടെയും മംഗളം ചെയ്യുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ശിവൻ എന്ന് പറയുന്നത്. ശവമാകാത്തവൻ, നമ്മളെപ്പോലെ ശരീരമേ ഇല്ല, അതുകൊണ്ട് മരണമില്ല, അതുകൊണ്ട് ശവമാകുന്നില്ല. മരണമില്ലാത്തത് കൊണ്ട് അമർനാഥൻ എന്ന് പറയും. ജനിക്കുന്നുമില്ല, അജന്മ എന്നാ പറയാറ് ദൈവത്തിന്. അജന്മ, അഭോക്ത, അകർത്ത. ജന്മമരണത്തിന് വരുന്നില്ല, ദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ല, കർമ്മഫലം അനുഭവിക്കുന്നില്ല, അതുകൊണ്ട് മരണവുമില്ല. അതുകൊണ്ട് അമർനാഥൻ എന്ന് പറയും ഈശ്വരനെ. ശിവൻ എന്ന വാക്കിന് പറയില്ലേ, ചില പ്രായമുള്ളവരൊക്കെ പറയാറുണ്ട്, ഞാൻ ശിവനേ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്, എന്നോട് വഴക്കിന് വരണമെന്ന് ചോദിക്കും. ശാന്തി എന്നർത്ഥമുണ്ട്. സർവാത്മാക്കൾക്കും ശാന്തി അഥവാ മുക്തി നൽകുന്നവൻ എന്നർത്ഥത്തിലും ശിവൻ എന്ന് പറയാറുണ്ട്. ശിവം ജ്യോതിയെ പ്രതിനിധീകരിക്കുന്നു, പ്രകാശത്തെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് വടക്കേന്ത്യയിൽ എണ്ണുമ്പം 1 2 3 4 ഒക്കെ എണ്ണിട്ട് 10 എന്ന് പറയുമ്പോൾ ശിവ എന്ന് പറയും. ആ പൂജ്യം വരുന്നിടത്തൊക്കെ, പൂജ്യം വിളക്ക് കത്തുമ്പം ആ അണ്ടാകൃതിയിലല്ലേ കത്തുന്നത്, അതുകൊണ്ട് പൂജ്യം ആ ആകൃതിയുള്ളത് കൊണ്ട് ശിവൻ എന്നർത്ഥത്തിൽ ശിവ എന്ന് പറയും. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ അതിലൊക്കെ പരമാത്മാവിൻ്റെ പേര്, അത് പുണ്യം കിട്ടുമല്ലോ. അതുകൊണ്ട് പരമാത്മാവിൻ്റെ പേര് അവിടെ കൂട്ടിച്ചേർക്കാൻ നമ്മുടെ മുതിർന്നവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 11 12 13 ഒക്കെ എണ്ണിയിട്ട് 19 കഴിഞ്ഞിട്ട് 20 എന്ന് പറയില്ല, ശിവ. പൂജ്യം വരുന്നിടത്തൊക്കെ ശിവ എന്ന് പറയുന്നു പണ്ട് കാലത്ത്. ഈശ്വരൻ പരമജ്യോതിസ്വരൂപനാണ് എന്നതുകൊണ്ടാണത്. അങ്ങനെ പരമാത്മാവിൻ്റെ പേര് ശിവൻ എന്നാണ്. പരമാത്മാ ഒന്നേ ഉള്ളൂ ആകപ്പാടെ. ഞാൻ നാളെ വന്നു എന്ന് പറഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്കാണ്. അതേപോലെ ദൈവങ്ങൾ എന്ന് പറയുന്നത് സ്പിരിച്വൽ മിസ്റ്റേക്കാണ്, ആധ്യാത്മിക മിസ്റ്റേക്കാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്, ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന്. സത്യം ഒന്നേ ഉള്ളൂ, ഏകം സത്ത്. വിപ്രന്മാർ പണ്ഡിതന്മാർ അതിനെ പലതായി പറഞ്ഞിരിക്കുന്നു എന്ന്. പല രാജ്യങ്ങളിലും പല ഭാഷ സംസാരിക്കുന്നവർ, പല വിശ്വാസമുള്ളവർ പല രീതിയിൽ ആ ഒരു ദൈവത്തെ തന്നെയാണ് അവർക്ക് മനസ്സിലായ രീതിയിൽ അവരുടെ ഭാഷയിൽ അർത്ഥം വരുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പലതാണെന്നല്ല അർത്ഥം, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഹിന്ദുമതത്തിൽ ഈശ്വരനെ പ്രകാശസ്വരൂപനായിട്ട് പുരാതന കാലം തൊട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുനന് ഗീതോപദേശിച്ച് മുമ്പായിട്ട് സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കും. ജ്യോതിയുടെ സാക്ഷാത്കാരമാണ് കിട്ടുന്നത്. ദിവ്യദൃഷ്ടി കൊടുക്കുക ആദ്യം, എന്നിട്ട് സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കും. അപ്പോൾ അർജുനൻ പറയുന്നുണ്ട്, ഇതെന്തൊരു ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശമാണ്, 1000 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച് ഉയർന്നു വന്നതുപോലെയുണ്ട്. എൻ്റെ കണ്ണൊക്കെ മഞ്ഞളിക്കുകയാണ്, ഞാൻ അന്ധനായി പോകുന്ന തോന്നുന്നത്, എനിക്ക് പേടിയായിട്ട് വയ്യ, അങ്ങയുടെ സാധാരണ രൂപം എനിക്ക് കാണിച്ചു തന്നാലും എന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന, നിന്നോട് എനിക്ക് അളവറ്റ സ്നേഹമുള്ളത് കൊണ്ടും നീ എൻ്റെ സുഹൃത്തായത് കൊണ്ടുമാണ് ഞാൻ നിനക്ക് എൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു തന്നത്. എൻ്റെ രൂപത്തെക്കുറിച്ച് ദേവന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ, ഋഷികൾക്കോ പണ്ഡിതന്മാർക്കോ ആചാര്യന്മാർക്കോ ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. നിന്നോട് എനിക്ക് പ്രത്യേക വാത്സല്യമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു തന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെയാണ് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നത്. വലിയ വലിയ മഹാന്മാരൊക്കെ മരിക്കുമ്പോൾ, ദേഹം ത്യജിക്കുമ്പോൾ, സമാധിയാകുമ്പോൾ പറയാറുള്ളത് ഈ ജ്യോതി ആ ജ്യോതിയിൽ ഐക്യമായി എന്ന്. അപ്പം നമ്മളും ജ്യോതിയാണ്, ഈശ്വരനും ജ്യോതിയാണ്, പരമമായ ജ്യോതിയാണ്. ഗുണങ്ങളിലാണ് പരമം. ബാക്കി നമ്മളെപ്പോലെ തന്നെ ദൈവവും ജ്യോതിയാണ്. ആ ജ്യോതിയിൽ ഈ ജ്യോതി ഐക്യമായി എന്നാണ് മഹാന്മാരെ കുറിച്ച് പറയാറ്. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ, എന്ത് കാര്യം ചെയ്യുമ്പോഴും വിളക്ക് കൊളുത്തിയിട്ടാണ് നമ്മൾ ആരംഭിക്കാറ്. അതുകൊണ്ട് ഉദ്ഘാടനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത് തിരിതെളിഞ്ഞു എന്നാണല്ലേ. ഈശ്വര സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് വിളക്ക് കൊളുത്തുന്നത്. ഉപനിഷത്തും പറയുന്നുണ്ട് അഗ്നിനീളം സുരേഷം എന്ന്. ഈശ്വരൻ പ്രകാശസ്വരൂപനാണ്
എന്നാണ് ഉപനിഷത്തും പറയുന്നത്. അങ്ങനെ ഹിന്ദു മതത്തിൽ നമ്മുടെ ശബരിമലയിൽ മകരജ്യോതിക്കാണ് പ്രാധാന്യം. എല്ലാവരും ആ സമയത്ത് ദർശനത്തിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മുടെ അയ്യപ്പ ഭക്തന്മാരും ഭഗവാൻ പ്രകാശ സ്വരൂപനാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പല സ്ഥലത്തും ഈശ്വരനെ പ്രകാശമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ പാടുന്ന കീർത്തനമുണ്ട്. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നിത്യം എന്നാണ് പ്രശംസിക്കുന്നത്. പരമപ്രകാശം എന്നാണ് ഭഗവാനെ വർണ്ണിക്കുന്നത്. ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ദൈവം എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അപ്പം ദിവ് എന്ന് വെച്ചാൽ തിളങ്ങുന്നത്. ഈശ്വരൻ പ്രകാശ സ്വരൂപനാണ് എന്നർത്ഥം. അതേപോലെ യേശുക്രിസ്തു ഒരിക്കലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഈശ്വരൻ്റെ ഏകജാത പുത്രനാണ്, ദൈവത്തിൻ്റെ മകനാണ്, പുത്രനാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അവസാനം കുരിശിലടിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, പരലോകത്തിലെ എൻ്റെ പിതാവേ, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്നാണ്. നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ തലേ ദിവസം രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പം ദൈവത്തിനോട് പറയേണ്ടത്, ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം കൈക്കൊള്ളണമേ, അല്ലെങ്കിൽ ഞാനത് അങ്ങയുടെ ഹിതം എന്താണോ നടപ്പിലാവട്ടെ എന്നാണ്. യേശു ദൈവമാണെങ്കിൽ യേശു എന്ത് പറയുന്നത്, ഞാൻ ഈ പാനപാത്രം ഒഴിവാക്കുന്നു, അഥവാ ഞാൻ ഈ പാനപാത്രം കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞേനെ ദൈവത്തിനോട് അപേക്ഷിക്കുകയാണ്. അതിനർത്ഥം എന്താ? അപ്പോൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന് മുകളിൽ ഒരാളുണ്ട്. അദ്ദേഹത്തെയാണ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്, പരലോകത്തിലെ പിതാവേ എന്ന് പറഞ്ഞിട്ട്. മോസസ് യേശു ക്രിസ്തുവിന് മുമ്പുള്ള പ്രവാചകനാണ്. അദ്ദേഹം ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരു കാളക്കുട്ടിയെ വെച്ചിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അശരീരിയായിട്ടൊരു ശബ്ദം കേട്ടു, ഞാൻ നിനക്ക് എൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചുതരാം, നീ മലയുടെ പിറകിലേക്ക് നോക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു പ്രകാശം ഇങ്ങനെ പൊങ്ങി വന്നതായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് മോസസ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മുൾപടർപ്പുകൾക്ക് പിറകിലായി വെളിച്ചം കണ്ടു എന്ന്. അങ്ങനെ ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ദൈവം പ്രകാശ സ്വരൂപനാണ് എന്ന് പറയുന്നുണ്ട്. ശ്രീ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ അവസാന സമയം, അദ്ദേഹത്തിൻ്റെ സമാധിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള സമയമാണ്. അപ്പോൾ ബുദ്ധമത വിഹാരങ്ങളിലെ ഒരു സിസ്റ്റമാണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് അവരുടെ ധ്യാനാദി കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഭിക്ഷാടനത്തിന് വേണ്ടി പോകും. സത്യത്തിൽ ഭിക്ഷാടനമല്ല, ഇപ്പോൾ ഓരോ വീട്ടിലും ഓരോ വ്യക്തി കാണുന്നവർക്കൊക്കെ ബുദ്ധൻ്റെ ആത്മീയ സന്ദേശം നൽകുക എന്നാണ് ഉദ്ദേശം. അതിൻ്റെ കൂടെ ഭിക്ഷയും വാങ്ങും. അങ്ങനെ എല്ലാവർക്കും സന്ദേശം കൊടുത്തിട്ട് കിട്ടിയ ഭിക്ഷയുമായിട്ട് എല്ലാവരും തിരിച്ചു വരും. എന്നിട്ട് എല്ലാവരും കൂടെ അത് പങ്കിട്ട് കഴിക്കും. പിന്നെ വീണ്ടും കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ഓരോ വിഹാരത്തിലെയും മുഖ്യ ആചാര്യൻ ഒരു പ്രഭാഷണം ചെയ്യും. എല്ലാവരും അതൊന്ന് കേൾക്കും. പിന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കും. അതിനുശേഷം അപ്പോഴേക്കും സന്ധ്യയാകും. പിന്നെ എല്ലാവരും കൂടെ മെഡിറ്റേഷൻ ചെയ്യും. പിന്നെ എല്ലാവരും ഉറങ്ങും. അങ്ങനെയാണ് അവരുടെ ദിനചര്യ. അപ്പോൾ അതേപോലെ അന്നത്തെ ദിവസം പ്രഭാഷണത്തിന് ശേഷം ചോദ്യോത്തര വേളയിൽ ബുദ്ധൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള ആനന്ദ ഭിക്ഷു ശ്രീ ബുദ്ധനോട് ചോദിച്ചു, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ശ്രീ ബുദ്ധൻ നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിൽ, നിഷേധാർത്ഥത്തിൽ ഇങ്ങനെ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, അവിടെ അപ്പം വിളക്ക് കൊളുത്തി വെച്ചിട്ടായിരുന്നു, സന്ധ്യാവാറായില്ലേ, അപ്പം എല്ലാവരും വിളക്ക് കൊളുത്തി വയ്ക്കുമല്ലോ. അപ്പോൾ ആ ബുദ്ധൻ ആ വിളക്ക് ഊതി അണച്ചു. അപ്പോൾ പിന്നെ വീണ്ടും കൊളുത്തി. എന്നിട്ട് ബുദ്ധൻ പറഞ്ഞു, ഈശ്വരൻ. അപ്പോൾ ആനന്ദ ഭിക്ഷു ചോദിച്ചു, എന്തിനാ അങ്ങ് വിളക്ക് ഊതി അണച്ചത്? അപ്പോൾ ശ്രീ ബുദ്ധൻ പറഞ്ഞു, ഈശ്വരൻ എന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുട്ടത്താണ്, അന്ധകാരത്തിലാണ്, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഞാൻ ഈശ്വരനാവുന്ന ലക്ഷ്യത്തെ നോക്കി പാഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്പ് പോലെയാണ്. നിങ്ങളും എന്നെ അനുഗമിക്കൂ, നിങ്ങൾ എന്നെ ഈശ്വരനാക്കരുത് എന്ന്. എന്താ വെച്ചാൽ അന്ന് തന്നെ ഈശ്വരനെ കുറിച്ച് പല അഭിപ്രായങ്ങളായിരുന്നു. അതിൻ്റെ കൂടെ ഞാനും കൂടെ ദൈവമാവണ്ട എന്ന് ക്ലിയർ ആയിട്ടുള്ള അറിവ് ഭക്തന്മാർക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം സമാധിയായത്. അപ്പം ശ്രീ ബുദ്ധനും ഈശ്വരനെ കുറിച്ച് അറിയില്ല എന്ന് സ്പഷ്ടമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ബുദ്ധമത അനുയായികൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മുടെ വിളക്ക് പോലെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ മുകളിലൊരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ചുമന്ന ഓവൽ ഷേപ്പിലൊരു കല്ല് വെച്ചിട്ടുണ്ട്. മുട്ടുകുത്തിയിട്ട് അതിനെ നോക്കിയിട്ട് ആണ് അവർ ധ്യാനിക്കാറ്. അവർ ഈശ്വരൻ പ്രകാശസ്വരൂപനാണ് എന്ന് ഇൻഡയറക്ട്ലി അംഗീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രതീകമാണ് ആ ചുമന്ന ക്രിസ്റ്റൽ സ്റ്റോൺ. പരമ്പരയായിട്ട് അവരങ്ങനെയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ അവരും ഈശ്വരനെ ഇൻഡയറക്ട്ലി ആണെങ്കിലും ജ്യോതിയാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം ധർമ്മത്തിലും ഈശ്വരനെ കുറിച്ചിട്ടുള്ള കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. നമ്മളുടെ കർമ്മം എങ്ങനെ ഉണ്ടാവണം,
എന്ത് ചെയ്താൽ ഇന്ന തെറ്റ് ചെയ്ത് 60 ചാട്ടം കൊണ്ട് അടി കൊടുക്കണം, ഇന്ന തെറ്റ് ചെയ്ത് 40 ചാട്ടം കൊണ്ട് അടി കൊടുക്കണം എന്നൊക്കെയാണ് ഓരോ തെറ്റിൻ്റെയും ആഴം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈശ്വരൻ റഹ്മാനും റഹീമുമാണ്. ക്ഷമയ്ക്ക് ദയയ്ക്ക് അർഹിക്കുന്നവന് അവിടെ ദയ കാണിക്കുന്നവനും ദയയ്ക്ക് ഒട്ടും അർഹനല്ലാത്തവനോട് പോലും ദയ കാണിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് വേണമെങ്കിൽ വെറുതെയും വിടാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അള്ള എന്ന് വെച്ചാൽ ഒരേ ഒരു ഉത്തമൻ എന്നർത്ഥം. അതിന് മുകളിലൊരാളില്ല, ഒരേ ഒരു ഉത്തമൻ എന്നർത്ഥം. ഖുദ ദൈവം സ്വയം ഉണ്ടായതാണ്, രചയിതാവാണ്. ദൈവത്തെ ആരും രചിച്ചിട്ടില്ല, ബാക്കിയൊക്കെ രചനയാണ്. ദൈവം രചയിതാവാണ് എന്നർത്ഥത്തിൽ ഖുദ എന്നൊക്കെയാണ് അവിടെയും പറയുന്നത്. ഈശ്വരനെ അവിടെ ഒന്നും ഏത് മോസ്കിൽ രൂപമൊന്നും വെച്ചിട്ടില്ല. പക്ഷേ മെക്കയിൽ നമ്മുടെ ശിവലിംഗം പോലെ ഒരു ഓവൽ ഷേപ്പിലൊരു കല്ലുണ്ട്. വർഷത്തിലൊരിക്കൽ അത് ദർശിക്കാൻ എല്ലാവരും പോണത്. സംഗേ അസ്വത്ത് എന്നാണ് പേര്. വലിയ ക്യൂവിൽ നിന്നിട്ട് കോടാനുകോടി ആളുകൾ ആ കല്ലിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ മുട്ടുകുത്തിയിട്ട്, പണ്ടൊക്കെ അതിനെ ആലിംഗനം ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് എല്ലാവരും അങ്ങനെ ചെയ്ത് തേഞ്ഞു പോയി. അത് കാരണം അതിനെ ആർക്കും തൊടാൻ പറ്റില്ല, അങ്ങനെ വെച്ചിരിക്കുന്നത്. ആലിംഗനം ചെയ്ത് ഉമ്മ വെച്ചിട്ട് ഇപ്പം മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യും. ഉമ്മ വെച്ചിട്ട് ദൈവത്തിനോട് പറയേണ്ട കാര്യങ്ങൾ അവർ പറയുന്നത്, ദൈവം നിന്റെ സന്നിധിയിൽ ഞങ്ങളൊക്കെ സമന്മാരാണ്, നിനക്ക് പണ്ഡിതൻ പാമരൻ ധനവാൻ ദരിദ്രൻ ചെറുത് വലുത് കറുപ്പ് വെളുപ്പ് തുടങ്ങിയ യാതൊരു വ്യത്യാസമില്ല എന്ന് ഭഗവാനോട് പറയേണ്ട കാര്യം അവരോട് പറയുന്നത്. ഈശ്വരനോട് കാണിക്കേണ്ട ബഹുമാനത്തിൻ്റെ സൂചകമായിട്ടാണ് കൈകൂപ്പുന്നതും മുട്ടുകുത്തുന്നതും. ദൈവത്തിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചുംബിക്കുന്നത് അവരും. അപ്പം ഈശ്വരൻ ഇൻഡയറക്ട്ലി ജ്യോതിസ്വരൂപമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട് എന്നർത്ഥം. ശ്രീ ഗുരുനാനാക്കും തന്നെ ഞാൻ ദൈവമാണെന്ന് ഗുരുനാനാക്ക് പറഞ്ഞിട്ടേ ഇല്ല. ഗുരുനാനക്കം പറഞ്ഞിരിക്കുന്നത് ഏക് ഓംകാർ ഈശ്വർ എന്നാണ്. ഈശ്വർ ഒന്നേ ഉള്ളൂ, അത് ഓംകാര സ്വരൂപനാണ്, അതായത് പ്രകാശ സ്വരൂപനാണ് എന്നർത്ഥം. അങ്ങനെ എല്ലാ മതങ്ങളിലും ദൈവത്തെ പ്രകാശമാണ് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ദൈവത്തെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഇൻലൻഡിലോ പോസ്റ്റ് കാർഡിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കവറിനുള്ളിട്ടിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്താലോ എങ്ങനെ പോസ്റ്റ് ചെയ്താലും അഡ്രസ്സ് എവിടെയാണോ അവിടെയല്ലേ ആ ലെറ്റർ എത്തുന്നത്. ഇൻലൻഡൊക്കെ ഒരു സ്ഥലത്തേക്ക്, പോസ്റ്റ് കാർഡൊക്കെ വേറെ സ്ഥലത്തേക്ക്, അങ്ങനെയല്ലല്ലോ. അതേപോലെ നമ്മുടെ മുമ്പിലുള്ള ഫോട്ടോയോ നമ്മൾ നിൽക്കുന്ന ആരാധനാലയം, ക്ഷേത്രമോ മോസ്കോ ചർച്ചോ ഗുരുദ്വാറോ എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ വിളിക്കുന്നത് ഈശ്വര എന്നാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ദൈവത്തെയാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന വാക്ക് ഏതായിക്കോട്ടെ, പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഭഗവാനോട് പറയുന്നു എന്ന ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് മുഴുവനും നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ എത്താറ്. ദൈവം തന്നെയാണ് അതിനൊക്കെ സൊല്യൂഷൻ തരുന്നതും മറുപടി തരുന്നതും. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നേരിട്ട് ദൈവത്തിന് കിട്ടുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പക്ഷേ പലരും പലതായിട്ട് കാണുന്നത് കൊണ്ട് അങ്ങനെ പല ദൈവങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ ദൈവങ്ങൾ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഈശ്വരൻ്റെ മുഖ്യമായിട്ടുള്ള വിശേഷതകൾ രചനയ്ക്കില്ലാത്ത, രചയിതാവിന് മാത്രമുള്ള ചില വിശേഷതകളാണ്. ഒന്ന്, ഭഗവാൻ സർവോത്തമനാണ്. ബാക്കി എല്ലാവർക്കും അവരെക്കാട്ടിലും വലുതായിട്ട് അച്ഛൻ, അമ്മ, അധ്യാപകൻ, ഗുരു. ആത്മീയ അറിവ് തരുന്ന ആൾ ഗുരുവാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവ് തരുന്ന അധ്യാപകൻ. ഈ 4 പേരെങ്കിലും ഉണ്ടായിരിക്കും അവരെക്കാട്ടിലും മുകളിൽ. ദേഹമുള്ളത് കൊണ്ട് അച്ഛനും അമ്മയുണ്ട്. ബാക്കി എല്ലാവരും മതസ്ഥാപകന്മാരോ പണ്ഡിതന്മാരോ ആരായിക്കോട്ടെ, അവരൊക്കെ ഇവിടെ വന്നിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അവർക്കൊരു ടീച്ചറുണ്ട്, ഒരു ഗുരുവുണ്ട്. പുരാണങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്, ഇന്ന ഗുരുന്ന് ഇന്ന ഗുരു പഠിച്ചു, ഇന്ന ഗുരുന്ന് ഇന്ന ഗുരു പഠിച്ചു, ഇന്ന ഗുരുന്ന് ഇന്ന ഗുരു പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൈമാറിയിട്ട് പിന്നെ ആ ഗുരുന്ന് പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ശരീരം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അച്ഛനമ്മ എന്തായാലും ഉണ്ട്. അതേപോലെ അധ്യാപകനും ഗുരുവുണ്ട്. ഈശ്വരന് നമ്മളെപ്പോലത്തെ ദേഹമില്ല. അതുകൊണ്ട് ദൈവം എല്ലാ അച്ഛൻ്റെ അച്ഛനാണ്. അതുകൊണ്ടാണ് പരംപിത എന്ന് പറയുന്നത്. എല്ലാ അമ്മയുടെ അമ്മയാണ്. ആദ്യത്തെ ഗുരു ശിവനാണെന്നാണ് പറയുന്നത്. ശിവാചാര്യ ആരംഭം, അറിവിൻ്റെ ആരംഭം ശിവനിൽ നിന്നാണ്. അതുകൊണ്ട് സദ്ഗുരു, ഏകമ ഗുരു, ഒരേ ഒരു ഗുരു പരമാത്മ ശിവനാണ്. അതുകൊണ്ട് ശിവൻ സദ്ഗുരുവാണ്, ഗുരുവില്ല. അതുകൊണ്ട് സർവോത്തമനാണ്. അധ്യാപകനും ഗുരു ഒന്നുമില്ല. അടുത്ത ശിവൻ പരമാത്മാവ് സർവശക്തിമാനാണ്. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടും എല്ലാ ആചാര്യന്മാരും മതസ്ഥാപകന്മാരും ഗുരുജനങ്ങളും
ശ്രീനാരായണ ഗുരുദേവനായിക്കോട്ടെ, സായിബാബ ആയിക്കോട്ടെ, അമൃതാനന്ദമയ ദേവി ആയിക്കോട്ടെ, എല്ലാവരും ആ ഈശ്വരനെ ധ്യാനിച്ചിട്ട് ഭഗവാന്റെ പവർ എടുക്കുന്നവരാണ്. ഈശ്വരൻ എല്ലാവർക്കും കൊടുക്കുന്ന ആളാണ്. ആരാണോ പ്രാർത്ഥിക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്ന, അവർക്ക് തീർച്ചയായിട്ടും അവരുടെ മുകളിൽ ഒരാളുണ്ട്. അവർക്ക് എന്തോ കുറവുണ്ട്, അതുകൊണ്ടല്ലേ ഭഗവാന്റെ അടുത്ത് അത് എടുക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവം ആരെയാണ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈശ്വരൻ സർവശക്തിമാനാണ്, സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. സാധാരണക്കാരും പറയാറുണ്ട്, എനിക്കൊന്നും അറിഞ്ഞൂടെ, ദൈവത്തിനെ എല്ലാം അറിയുള്ളൂ. ഹൂ നോസ്, ഗോഡ് നോസ് എന്ന് വെസ്റ്റേൺ കൺട്രീസിലും പറയാറുണ്ട്. നമുക്ക് എന്നപ്പാ തരും, കടവുൾക്ക് താപ്പ എല്ലാം തരും എന്ന് തമിഴ്നാട്ടിലും പറയാറുണ്ട്. കോൺ ജാനെ, ഭഗവാൻ ജാനെ എന്ന് വടക്കേന്ത്യയിലും പറയാറുണ്ട്. അപ്പോൾ ഈശ്വരൻ സർവജ്ഞനാണ്. ആ സമുദ്രത്തിൽ നിന്ന് നമ്മൾ കൈകൊണ്ടെടുത്ത ഒരു കുമ്പിളെടുത്താൽ അത്രയും നമുക്ക് ജീവിതം മുഴുവനും അറിവ് സമ്പാദിച്ചാലും നേടാൻ സാധിക്കുള്ളൂ. ബാക്കി അറിവ് ഇനിയും സമുദ്രത്തിന് അത്ര ഉണ്ട്, ബാക്കിയുണ്ട് എന്നാണ് പറയാറ്. അതുകൊണ്ട് ഈശ്വരൻ ജ്ഞാനസാഗരമാണ്, സർവജ്ഞനാണ്. നമ്മുടെ അറിവിലൊരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ചെയ്തതിന് ശേഷം അവസാനം കായേന വാച മനസ്സേന്ദ്രിയർവ എന്നിട്ട് ക്ഷമാപണ ശ്ലോകം ചെല്ലുന്നത്. ക്ഷമിക്കണേ ഭഗവാൻ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കരുതിക്കൂട്ടിയോ കൈപ്പിഴയായിട്ടോ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയാൻ കാണുന്നതാണ്. നമ്മുടെയൊക്കെ അറിവിന് ലിമിറ്റേഷൻ ഉണ്ട്. ഈശ്വരൻ സർവജ്ഞനാണ്, സർവ്വ ആരാധ്യനാണ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, എല്ലാ മതങ്ങളും ഒരു പരമാത്മാവിനാണ് ആരാധിക്കുന്നത്. സർവ്വ ആരാധ്യനാണ്, സത്യസ്വരൂപനാണ്. ബാക്കി എല്ലാറ്റിനും മാറ്റമുണ്ട്, ഭഗവാന് മാറ്റമില്ല. അതുകൊണ്ട് എന്നും ഒരുപോലെയാണ്. അതുകൊണ്ട് പറയാം നിത്യം സത്യം എന്ന് പറയുന്നത്. ദൈവം സത്യസ്വരൂപനാണ്. അങ്ങനെ ഈശ്വരൻ ഈ വിശേഷങ്ങൾ ഭഗവാന് മാത്രമേ ഉള്ളൂ. എല്ലാ ആത്മാക്കളുടെ അച്ഛനാണ്. ആർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ ഭഗവാൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊക്കെ ജന്മനാ തന്നെ നമുക്ക് ഗുണങ്ങളുണ്ട്. ഒരു കുട്ടിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എത്ര ശാന്തിയായിട്ട് കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്നത് അല്ലേ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ജന്മനാ തന്നെ ഇതുമായിട്ട് എങ്ങനെയാണ് വന്നത്? എല്ലാ മൃഗങ്ങളും പക്ഷികളും ഇത്ര കുഞ്ഞ് ആൽവൃക്ഷത്തിൻ്റെ വിത്തിന് ഇത്ര വലിയ മരമായിട്ട് മാറാൻ സാധിച്ചില്ലേ? ആ പൊട്ടൻഷ്യാലിറ്റി എവിടെ നിന്നാണ് കിട്ടിയത്? ശ്രീമദ് ഭഗവത്ഗീതയും പറയുന്നുണ്ട്, ബീജാം മാം. എല്ലാതിൻ്റെയും സമസ്ത ജീവജാലങ്ങളുടെയും സർവ്വതിൻ്റെയും ബീജം ഈശ്വരനാണ്. ആ ബീജത്തിൽ നിന്ന് എല്ലാറ്റിനും എന്ത് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് കൊടുത്താളല്ലേ പ്രശംസിക്കേണ്ടത്, വാങ്ങിയവരെന്തിനാ പ്രശംസിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഈശ്വരൻ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. ആർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ ഭഗവാൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ തന്നെക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് ഭഗവാൻ കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെ വലിയ ഗഹനമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ഒരു സത്യമാണ്. മെഡിറ്റേഷനിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈശ്വരനെക്കാട്ടിൽ ഉയർന്ന അവസ്ഥയിൽ ആർക്കും എത്താൻ പറ്റുമോ എന്ന് നമ്മുടെ മനസ്സ് ചോദിക്കും. പറ്റും, ഭഗവാൻ അങ്ങനെ ആക്കുന്നുണ്ട്. അത് അച്ഛന് മാത്രമേ അത് സാധിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെക്കാട്ടിലും മുകളിൽ ആരെങ്കിലും പോയാൽ ലേശം അസൂയ, കുറച്ച് താഴെ നിർത്തുള്ളൂ. എല്ലാം ഒന്നും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ ഉള്ളു തുറന്ന് സത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും എന്നെക്കാൾ മിടുക്കനാവണം, സമർത്ഥനാവണം, വലിയവനാവണം എന്നാഗ്രഹിക്കുന്നത് അച്ഛനാണ്. ഈശ്വരൻ്റെ സംസ്കാരം അതാണ്, പേഴ്സണാലിറ്റി അതാണ്, നേച്ചർ അതാണ്. അതുകൊണ്ട് ഈശ്വരൻ നമ്മുടെ അച്ഛനാണ്. അങ്ങനെ ഭഗവാനെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് ഇനിയുള്ള ഈ എപ്പിസോഡിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആരെങ്കിലും നമ്മോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാം? പേര് പറയും, നാട് പറയും, ഭാഷ പറയും, തൊഴിൽ പറയും അല്ലേ. ഇതൊക്കെ എൻ്റെ പേര്, ഞാൻ മലയാളിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ഭാഷ, ഞാൻ ഡോക്ടറാണ്, എൻജിനീയറാണെന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ തൊഴിൽ. എൻ്റെ എന്ന് പറയുന്നത് ഞാനല്ല. ശരീരത്തെക്കുറിച്ച് പറയുമ്പോഴെന്താ പറയുക? എൻ്റെ എന്ന് പറയാം. എൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ വേറെ, ഞാൻ വേറെ. വേണ്ടപ്പോൾ യൂസ് ചെയ്യും, വേണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വയ്ക്കും. അതേപോലെ എൻ്റെ ദേഹം എന്ന് പറയുമ്പോൾ അത് വേറെ, ഞാൻ വേറെ. ഞാൻ ആരാണ് എന്നതിന് മറുപടിയല്ല ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ എന്താണോ കാണുന്നത് അതല്ല സത്യത്തിൽ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടത്. നമ്മുടെ സംസാര ഭാഷയിൽ ഞാൻ എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ആത്മാ എന്നാണ് പറയാറ്. ആത്മ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആ പ്ലസ് തമസ് എന്നാണ്. തമസ് അല്ലാത്തത്, തമസ് എന്ന് വെച്ചാൽ ഇരുട്ട്, ഇരുട്ടല്ലാത്തത് വെളിച്ചം, പ്രകാശം എന്നർത്ഥം. ആത്മാവ് ദിവ്യമായിട്ടുള്ളൊരു പ്രകാശമാണ്. ഈ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യമായിട്ടുള്ളൊരു പ്രകാശമാണ്. നമ്മുടെ ഇവിടെ നിന്നൊരു രേഖ അകത്തേക്കും നിറകെ നിന്നൊരു രേഖ താഴേക്കും വരച്ചാൽ ആ രണ്ട് രേഖയും കൂടെ ചേരുന്ന സ്ഥലത്ത് ബ്രെയിനിൽ ഹൈപ്പോതാലമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഇടയ്ക്കായിട്ട്, നടുക്കായിട്ട്, അത് രണ്ടിനും ഇടയ്ക്കായിട്ടാണ് ആ പ്രകാശം ജ്വലിക്കുന്നത്, തിളങ്ങുന്നത്. ഋഷികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭ്രൂമധ്യത്തിൽ
ഒരത്ഭുത നക്ഷത്രം തിളങ്ങുന്നുണ്ട് എന്ന്. ആ സ്ഥലത്തെയാണ് ആജ്ഞാചക്രം. അവിടെ നിന്നുകൊണ്ടാണ് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആത്മാവ് ആജ്ഞ, കൽപ്പന, ഓർഡർ നൽകുന്നത്. അതനുസരിച്ചാണ് ദേഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെയാണ് ആത്മാവ് വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാരെ പൊട്ടുവിടുന്ന ശീലം ഉണ്ടാക്കിയത്. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. കണ്ണാടി നോക്കുമ്പോഴൊക്കെ ഞാൻ ഈ പ്രകാശമാണ് എന്ന് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആത്മാന്നുള്ളത് ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിനെ റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അദൃശ്യമായിട്ടുള്ള പ്രകാശമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പല പ്രാവശ്യം നമ്മൾ ആത്മാവിനെ അകക്കണ്ണുകൊണ്ട് കാണുമ്പം, എന്തെങ്കിലും കാണുമ്പോൾ, കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോഴൊക്കെ ഈ വായന ഉപയോഗിക്കുന്ന ഈ വായുടെയും വായ ഞാൻ ആത്മാവാണ്. ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ചലിപ്പിക്കുന്ന ശക്തി അകത്തുള്ള ആത്മാവായ ഞാനാണ്. എന്നിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴും പുറത്തൊരാളെയാണ് കാണുന്നത്. നമ്മൾ ആ ആളെ കാണുമ്പോഴും കാണുന്നത് ഈ രണ്ട് കണ്ണല്ല, ഈ കണ്ണിൻ്റെയും കണ്ണായിട്ടുള്ള ആത്മാവാണ് എന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആത്മാ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഡോക്ടർ ഒരു രോഗിയുടെ ടെമ്പറേച്ചർ നോക്കിയിട്ട് പറഞ്ഞു 103 ഡിഗ്രി ഉണ്ട് എന്ന്. തെർമോമീറ്റർ കാണിച്ചു കൊടുത്തു 103 ഡിഗ്രി എന്ന്. പക്ഷെ തെർമോമീറ്ററിനൊന്നും അറിഞ്ഞൂടാ 103 ആണോ 105 അറിഞ്ഞൂടാ. അതേപോലെ തന്നെ ഈ കണ്ണിനും അറിയില്ല. തെർമോമീറ്റർ പോലെ തന്നെ 2 കണ്ണും ഇൻസ്ട്രുമെന്റ് മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. 103 എന്ന് വായിച്ചത് ആത്മാവാണ്. മരിച്ചെടുക്കുന്ന ആൾക്ക് കണ്ണുണ്ട്, പക്ഷെ വല്ലതും കാണുമോ, വല്ലതും മനസ്സിലാവോ? കാണേണ്ട ആളവിടെ ഇല്ല. ഈ കണ്ണിനെ ഉപയോഗിക്കുന്ന ഊർജം അവിടുന്ന് പോയി. അവിടെ പറയാം പോയി എന്ന് പറയും. അപ്പം ആരാ പോയത്? അയ്യോ പോയോ എന്ന് ചോദിക്കും അല്ലേ. സത്യം പോയി എന്നതാണ് സംസാര ഭാഷയിൽ ചത്തുപോയി എന്നായിട്ട് മാറിയത്. അപ്പം ആ പ്രകാശം അതാണ് കാണുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കാണുമ്പോഴും അകത്തുള്ള ആ സത്യമായിട്ടുള്ള പ്രകാശത്തെ, അതിന് നാശമില്ല. ഈ ദേഹം നാളെ വീണ്ടും പഞ്ചഭൂതങ്ങളോട് പഞ്ചഭൂതമായിട്ട് ലയിക്കും. പക്ഷെ ഞാൻ അനശ്വരമാണ്. അതുകൊണ്ട് ആത്മാ അദൃശ്യവും അഭേദ്യവും അനശ്വരവുമായിട്ടുള്ളൊരു ചൈതന്യ ഊർജമാണ്, ലൈഫ് എനർജിയാണ്. മറ്റെനർജി പോലത്തെ ഒരു എനർജി അല്ല, ജീവനുള്ള എനർജിയാണ്. അതുകൊണ്ട് ആത്മാവിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മറ്റെനർജിക്കൊന്നും അതില്ല. ജഡമായിട്ടുള്ള വസ്തുക്കൾക്കൊന്നും ആ കഴിവില്ല. ചിന്തിക്കാനും നിരീക്ഷിക്കാനും വിവേചിക്കാനും, തെറ്റാണോ ശരിയാണോ വിവേചിക്കാനും നിർണയിക്കാനും, നിർണയിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാനും, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കാനും ആത്മാവിന് സാധിക്കും. അതുകൊണ്ട് ആത്മാവിനെ ചൈതന്യ പ്രകാശം എന്ന് പറയുന്നത്. ആത്മാവ് സമുദ്രത്തിൻ്റെ മുകൾ പരപ്പിൽ മാത്രമാണ് അലകളുള്ളത്. ഒരു ചെറിയ ലെയർ കഴിഞ്ഞ് ഉള്ളിൽ പോയ സമുദ്രം ശാന്തമാണ്. ഇനി ആഴങ്ങളിലേക്ക് പോയാൽ നിരവധി രത്നങ്ങളും മുത്തും പവിഴമൊക്കെ ഉണ്ട്. അതേപോലെ ഓരോ വ്യക്തിയുടെയും ഈ മനസ്സ് മാത്രമാണ് ചഞ്ചലം. അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഉള്ളിലേക്കൊന്ന് ആഴമായിട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് നിരീക്ഷിച്ചാൽ, നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൻ്റെ ആഴങ്ങൾ ശാന്തമാണ്. ഇനിയും ഡെപ്തിൽ ഒത്തിരി നന്മകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആർക്കും ദേഷ്യം ഇഷ്ടമല്ല. ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുന്ന ഇഷ്ടമാണ്? എല്ലാവരും നമ്മളോട് സ്നേഹമായിട്ടിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ അതുണ്ട്. നമ്മുടെ ദേഹത്തിൽ 80% വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് വേണ്ടി ദാഹം. ലേശം വെള്ളം കിട്ടിയാൽ നമ്മൾ അന്വേഷിക്കും അല്ലേ, തിരയും. നമുക്ക് എന്തുകൊണ്ടാണ് സുഖമാണ് ഇഷ്ടം, ദുഃഖം ഇഷ്ടമല്ല? ആരും പറയാം എനിക്ക് ദുഃഖം തരണേന്ന്, എനിക്ക് ദുഃഖം വേണം എന്നാരും പറയാറില്ല. സുഖം വേണം, സന്തോഷം വേണം എന്ന് എല്ലാവരും പറയാറ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ അതുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ദാഹിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വായു ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വായു ശ്വസിക്കുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പം നമ്മൾ ഈശ്വരൻ്റെ കുട്ടികളാണ്. രാക്ഷസൻ്റെ അസുരൻ്റെയും കുട്ടികളൊന്നുമല്ല, ഭഗവാന്റെ കുട്ടികളാണ്. അതുകൊണ്ട് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ഈശ്വരൻ്റെ സർവോത്തമമായിട്ടുള്ള രചനയാണ് മാനവൻ. അതുകൊണ്ട് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ശക്തികളും കലകളും ദിവ്യതയും ഓരോ മാനവനും സ്വതസിദ്ധമായിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ നോക്കി എന്ത് ശാന്തിയായിട്ടാണ് കിടന്നുറങ്ങുന്നത്, എത്ര സന്തോഷമായിട്ടാണ് പൂമ്പാറ്റ പോലെ പാറിപ്പറന്ന് നടക്കുന്നത്. സന്തോഷിക്കാൻ അവർക്ക് എന്താ, മദ്യപിക്കണോ, സിനിമയ്ക്ക് പോകണോ, മാഗസിൻ വായിക്കണോ? നാച്ചുറലായിട്ട് അവർക്ക് എന്തൊരു സന്തോഷമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ സന്തോഷിക്കാറുണ്ട്. വീട്ടിലെന്തെങ്കിലും കാര്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, എല്ലാവരും ദുഃഖത്തിലാണെങ്കിൽ പോലും ഇതൊന്നും അവരെ സ്പർശിക്കാറില്ല. അവർ വേറൊരു ഡയമെൻഷനില്ല. അവർ ഹാപ്പിയായിട്ട് തുള്ളിച്ചാടി നടക്കുന്നുണ്ടാവും. ഇതൊന്നും അവരറിയുന്നേ ഇല്ല. അതാണ് നമ്മുടെ ഒറിജിനൽ നേച്ചർ. അപ്പം ഈ നേച്ചർ സന്തോഷത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി നമ്മൾ പുറത്തൊന്നും അലയേണ്ട ആവശ്യമില്ല. നമ്മുടെ അകത്തതുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സാ വാചാ കർമ്മണ അത് ഉപയോഗിക്കുക. നമ്മൾ ഹാപ്പി ആയിരിക്കുക.
അശാന്തയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ശാന്തമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക, ശാന്തമായിട്ട് പരിഹാരം കാണുക, ശാന്തമായിട്ട് പ്രവർത്തിക്കുക. ദേഷ്യപ്പെടുന്ന വ്യക്തിയോട് പോലും സ്നേഹത്തോടെ ആ വ്യക്തിയെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ദുഃഖിക്കേണ്ട അവസരത്തിൽ പോലും സമാധാനത്തോടെ ശാന്തമായിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ തരണം ചെയ്യാം. ദുഃഖിക്കണമെങ്കിൽ ദുഃഖിക്കാം. ചിലർക്കൊരു പാറ്റയെ കണ്ടാൽ പോലും പേടിയാണ്. ചിലർ പർവ്വതമാണെങ്കിലും ക്ഷമയോടെ അതൊക്കെ തരണം ചെയ്യാറുണ്ട്, അല്ലേ? എല്ലാം നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ളത്. ലേശം കാഴ്ചപ്പാട് മാറ്റിയാൽ മതി, നമുക്ക് എല്ലാറ്റിനെയും നേരായ രീതിയിൽ എടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ അകത്തുള്ള ആ ഗുണങ്ങളെ നമ്മൾ അനുഭവിക്കണം. പുറമേ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആവരുത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചു, അടുപ്പ് കത്തിച്ചു, വെള്ളം ചൂടാകാൻ തുടങ്ങി, തിളച്ചു. അടുപ്പ് ചൂടായത് കൊണ്ടാണ് പാത്രം ചൂടായത്. പാത്രം ചൂടായപ്പം ഉള്ള വെള്ളവും ചൂടായി. അതുപോലെ പുറമേയുള്ള ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ അടുപ്പ് പോലെയാണ്. അത് കലികാലല്ലേ, ചൂടാണ്. അത് കാണുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചൂടാകും, അപ്പോൾ മനസ്സും ചൂടാകും. അതിന് പകരം മനസ്സിൻ്റെ ശാന്തത ഉപയോഗിച്ചിട്ട് ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കണം. അപ്പോൾ പുറമേയുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ശാന്തമാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ 8 പ്രശ്നം 10 പ്രശ്നമൊന്നും വരാറില്ല, 1 2 വരാറുള്ളൂ. ആർക്കെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ നല്ല സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് പോലെ ചെയ്തിട്ട് അവർ പ്രശ്നങ്ങളൊക്കെ മാറാറുണ്ട്. പക്ഷേ നമുക്ക് ഒരെണ്ണം വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ തലകീഴാക്കി വയ്ക്കും. പിന്നെ തലയൊക്കെ വെച്ചിട്ട് ചിന്തിക്കും, എന്ത് മണ്ടത്തരാണ് ഞാൻ കാണിച്ചത്, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ അബദ്ധം പറ്റിപ്പോയി എന്ന് നമ്മൾ പിന്നെ ചിന്തിക്കും, അല്ലേ? അതേപോലെ അപ്പം നമുക്കറിയാം, സൊല്യൂഷൻ അറിയാം. അശാന്തമായിട്ടുള്ള മനസ്സ് ഒരു പ്രശ്നത്തെ 4 പ്രശ്നമാക്കി മാറ്റും. ശാന്തമാണെങ്കിൽ 8 പ്രശ്നത്തിനെ ഒന്നാക്കിയിട്ട് പതുക്കെ അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അകത്തുള്ള ശാന്തിയെ നമ്മൾ മനസ്സാ വാചാ കർമ്മണ ഉപയോഗിക്കണം, കൊടുക്കണം എല്ലാവർക്കും. എല്ലാവരും ശാന്തി പ്രതീക്ഷിക്കുന്നവരാ, സ്നേഹം പ്രതീക്ഷിക്കുന്നവരാ. പ്രതീക്ഷിക്കുന്നവരത്ത് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുകയാണ്? ഭിക്ഷക്കാരൻ്റെ വെച്ച പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്ന പോലെ അത് നമ്മൾ കൊടുക്കുന്നവരാകുക. മനസ്സാ വാചാ കർമ്മണ എല്ലാവർക്കും നമ്മുടെ ഉള്ളിലത്തെ ആ ഗുണങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാ പറയാം. ജീവിതവും എക്കോ ആണ്. ഉറക്കെ നമ്മൾ വിജനമായിട്ടുള്ള സ്ഥലത്ത് വിട്ട് ഉറക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പല പ്രാവശ്യം നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരും. ഒരു ബോൾ നമ്മളെ ചുമരിലേക്ക് എറിഞ്ഞാൽ അതേ ഫോഴ്സിൽ മടങ്ങി വരും. അപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് അർത്ഥം എന്താ? ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞൂടാന്ന് അർത്ഥം. അതുകൊണ്ട് നമ്മൾ സ്നേഹം കൊടുക്കുമ്പം പല മടങ്ങായിട്ട് ഇങ്ങോട്ട് തരും. ഒരു വിത്തിട്ടിട്ട് 100 കുടം വെള്ളം എൻ്റെ തലയുടെ മുകളിൽ കൊണ്ട് ഒഴിച്ചാലും അപ്പം തന്നെ അത് വലിയ മരമായിട്ട് പഴമൊന്നും തരില്ല. പക്ഷേ ദിവസം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ല മരമായിട്ട് നല്ല ഇഷ്ടം പോലെ കായ്ക്കനികളും ഫലങ്ങളൊക്കെ നമുക്ക് തരും. അപ്പോൾ തുടർന്ന് നമ്മൾ ചെയ്യുമ്പം ഇങ്ങോട്ട് പ്രതീക്ഷിക്കാണ്ട് നിസ്വാർത്ഥമായിട്ട് നമ്മുടെ നേച്ചറാക്കിയത് മാറ്റിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും സ്നേഹവും ആനന്ദവും സുഖവും ശക്തികളും ധൈര്യവും എല്ലാം താനേ വന്നു ചേരും. അതൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റും, ജീവിതം ഉത്സവമായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ ശാന്തി ആരുടെങ്കിലും കയ്യിലല്ല ഉള്ളത്, എൻ്റെ കയ്യിൽ തന്നെയുള്ളത്, ഞാൻ തന്നെ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. കുറച്ച് നേരം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നമ്മുടെ വിചാരങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട്. സയൻറ്റിസ്റ്റ് കുറച്ച് നേരം ഏകാന്തമായിട്ട് ഒരു സ്ഥലത്ത് ശാന്തമായിട്ടിരുന്നിട്ട് എന്താ കഴിച്ചത്, എപ്പോഴാണ് കഴിച്ചത്, വിശപ്പ്, ദാഹം, ഭാര്യ, മക്കൾ, ഇപ്പം മണി ഇത്ര എല്ലാം മറന്ന് അവരൊറ്റ വിഷയത്തെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചപ്പോഴാണ് അവർക്ക് പല രഹസ്യങ്ങളും പിടികിട്ടിയത്. അങ്ങനെയാണ് നോക്കി ഇന്നത്തെ ഈ ലോകം എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ്. ടെലിഫോൺ, ടെലിവിഷൻ, മൊബൈൽ, ക്ലോണിൻ ടെക്നോളജി, നാനോ ടെക്നോളജി, അനുദിനം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എവിടെ നിന്നാണ് തുടങ്ങിയത്? മനുഷ്യ മനസ്സെന്നാണ്. അപ്പോൾ മനുഷ്യ മനസ്സിനെ ജഡമായ പഞ്ചഭൂതങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചാൽ തന്നെ ഇത്ര ശക്തി ഉണ്ടെങ്കിൽ ചൈതന്യമായ ആത്മാവിലേക്കും ഈശ്വരനിലേക്കും കേന്ദ്രീകരിച്ചാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും, എന്തൊക്കെ നേടാൻ സാധിക്കും? അവിടെയാണ് രാജയോഗ മെഡിറ്റേഷൻ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ളത്. യു ആർ ദ എംബോഡിമെൻറ്റ് ഓഫ് യുവർ ഓൺ തോട്ട്സ് എന്നാണ് വെസ്റ്റേൺ ഫിലോസഫിയും പറയുന്നത്. യു ആർ വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ ആകത്തുകയാണ് നിങ്ങൾ എന്ന്. എൻ്റെ വിചാരങ്ങൾ തന്നെയാണ് ഞാനായി ഭവിക്കുന്നത്, എൻ്റെ ഭാവിയായി ഭവിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അങ്ങനെയാകും. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് വഴിപാടൊക്കെ നടത്തുമ്പം നമ്മുടെ കാര്യങ്ങൾ നടക്കാറുണ്ട്. ദൈവം എന്താ വഴിപാട് നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടത്തി തരുള്ളൂ, അല്ലെങ്കിൽ നടത്തി തരില്ലേ? ദൈവം ഈ കൈക്കൂലി വാങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സാധാരണ കലിയുഗത്തിലെ മനുഷ്യരെ പോലെയാണോ? എന്തുകൊണ്ടാണ്?
അത് നടത്തിയപ്പോൾ നമുക്ക് വിശ്വാസം വന്നു, ഞാൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാൻ ചെയ്തു തരും എന്ന്. ആ വിശ്വാസം കാരണം കാര്യം നടന്നു. അല്ലാണ്ട് വഴിപാട് ദൈവത്തിന് നടത്തിയാൽ മാത്രമൊന്നുമല്ല ദൈവം ചെയ്യും, ദൈവം അല്ലെങ്കിലും ചെയ്യും. നമുക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ മനസ്സിൻ്റെ ശക്തിക്കും ആധാരത്തിലെ ദൈവത്തിന് നമുക്ക് എന്തെങ്കിലും തരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങളെ എപ്രകാരമാക്കുന്നോ അതുപോലെ ആയിരിക്കും നമ്മുടെ ഭാവി. ലോ ഓഫ് അട്രാക്ഷൻ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വർത്തമാന സമയത്ത് വളരെ പ്രസക്തമാണത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, നമ്മളിൽ നിന്ന് എന്താണോ പുറത്തേക്ക് വരുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് ലോ ഓഫ് അട്രാക്ഷനിലും പറയുന്നത്. ചിന്തിച്ചാൽ മതി, അത് നടക്കും എന്ന്. അതുകൊണ്ട് മെഡിറ്റേഷനിലും നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഏറ്റവും ഉത്തമം എന്താണ്? നമ്മുടെ സ്വഭാവ സംസ്കാരം ശ്രേഷ്ഠമായാൽ മാത്രം മതി. മഹാവിഷ്ണുവിൻ്റെ പാദസേവ ചെയ്യുന്നതിൻ്റെ മഹാലക്ഷ്മി, മഹാവിഷ്ണു എന്താ ഭാര്യയെ കാലിൻ്റെ ചോട്ടിലാണോ ഇരുത്തുക? ഭാര്യയെ തൻ്റെ അടുത്താണ് ഇരുത്തുക. മഹാവിഷ്ണു പുരുഷോത്തമനല്ലേ, കാലിൻ്റെ അവിടെ ഇല്ല ഭാര്യയെ ഇരുത്താം. മഹാവിഷ്ണുവിന് വൈകുണ്ഠത്തിൽ എന്തിനാ കാലുവേന വരുമോ? സേവ ചെയ്യാനായിട്ട് കാലുവേന വരുമോ? മഹാവിഷ്ണുവിന് എന്ത് ഭാവം ചെയ്ത് മഹാവിഷ്ണു കാലുവേന വരാൻ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കേശവ പുരുഷോത്തമ എന്ന് പറയാം. മഹാവിഷ്ണു ഉത്തമ പുരുഷനാണ്. ഉത്തമൻ എന്ന് വെച്ചാൽ അർത്ഥം എല്ലാ ഗുണങ്ങളും ശക്തികളിലും പൂർണ്ണനാണ്. അങ്ങനെ ആകുമ്പം അഷ്ടൈശ്വര്യങ്ങളുടെ പ്രതീകമായിട്ടാണ് മഹാലക്ഷ്മി അവിടെ കാണിച്ചിരിക്കുന്നത്. അഷ്ടൈശ്വര്യങ്ങൾ നമ്മുടെ പാദസേവ ചെയ്യും, താനേ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് പറയുന്നത് വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. സോ വെൻ ക്യാരക്ടർ ഈസ് ഗെയിൻഡ് എവറിത്തിങ് ഈസ് ഗെയിൻഡ്. എല്ലാ ഐശ്വര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ആദ്യം നമ്മുടെ സംസ്കാരം ശ്രേഷ്ഠമാക്കിയാൽ. അതാണ് മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള അഫർമേറ്റീവായിട്ടുള്ള തോട്ട്സ് ഞാൻ തരാം. ദൃഢമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള വിചാരങ്ങൾ നമുക്കത് മനസ്സിൽ അകക്കണ്ണുകൊണ്ട് കാണാം, മനസ്സിൽ ചിന്തിക്കാം. ചുണ്ടുപോലും അനങ്ങണ്ട, നാക്ക് പോലും അനങ്ങേണ്ട ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും മനസ്സിനുള്ള അഭ്യാസമാണ്. എല്ലാവരും നടു നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. വളരെ റിലാക്സ്ഡ് ആയിട്ട് ശരീരത്തിൻ്റെ പാദങ്ങളുടെ വിരൽത്തുമ്പ് മുതൽ ഉച്ചി വരെ മുഴുവനും ദേഹം ശാന്തവും റിലാക്സ്ഡാണ് എന്ന് ചിന്തിക്കൂ. ദേഹം പഞ്ഞി പോലെ ഭാരരഹിതമായിരിക്കുന്നതായി അനുഭവിക്കൂ. ചുറ്റിലുമുള്ള എല്ലാം സാവകാശം അവ്യക്തമായി അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് ഫീൽ ചെയ്യൂ. പുറത്ത് കേൾക്കുന്ന ശബ്ദവും ലോപിച്ച് സമ്പൂർണ്ണ നിശബ്ദമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നനുഭവിക്കൂ. ഒറ്റയ്ക്ക് ഏകാന്തമായി ധ്യാനിക്കാനിരിക്കുന്ന ചിത്രം മനസ്സാകുന്ന ക്യാൻവാസിൽ രചിക്കൂ. ഭ്രൂമധ്യത്തിൽ ഇരുപുരുകങ്ങൾക്ക് മധ്യത്തിലായി കോഹിനൂർ രത്നം പോലെ 7 നിറ പ്രകാശ കിരണങ്ങൾ നാനാഭാഗത്തേക്കും പ്രസരിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായി മനോഹരമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെ അകക്കണ്ണുകൊണ്ട് സ്പഷ്ടമായി കാണും. ദിവ്യവും അലൗകികവുമായ ഈ തേജസ്സാണ് സത്യത്തിൽ ഞാൻ.
അതിസൂക്ഷ്മമായ പ്രകാശകണികയായ ഞാൻ എത്രത്തോളം സൂക്ഷ്മമാണോ അത്രത്തോളം തന്നെ ശക്തിശാലിയാണ്. പരമാത്മരചനയിൽ സർവോത്തമമായ മനുഷ്യാത്മാവാണ് ഞാൻ. ഈശ്വരനിലെ ദിവ്യഗുണങ്ങളും ശക്തികളും എന്നിലും കുടികൊള്ളുന്നുണ്ട്. ഞാൻ ഭഗവാന്റെ കണ്ണിലുണ്ണിയാണ്, ഇഷ്ടസന്താനമാണ്. സത്കർമാനുഷ്ഠാനാർത്ഥം ഭൂമിയിലേക്ക് വന്ന അവതാരമാണ് ഞാൻ. മനസ്സ്, ബുദ്ധി, സ്വഭാവം എന്നിവ എൻ്റെ ദിവ്യശക്തികളാണ്. അവാച്യമായ ആത്മീയ സദ്ഗുണങ്ങളുടെയും ദിവ്യശക്തികളുടെയും ഖനിയാണ് ഞാൻ. അദൃശ്യവും അഭേദ്യവും അനശ്വരവുമായ ചൈതന്യപ്രകാശമായ ഞാൻ എൻ്റെ നിജാവസ്ഥയിൽ സർവ ദിവ്യഗുണങ്ങളുടെയും കലവറയായിരുന്നു. എങ്കിലും കാലത്തിൻ്റെ പ്രവാഹത്തിൽപ്പെട്ട് വർത്തമാന സമയത്ത് പല ദൗർബല്യങ്ങൾക്കും അടിമയായിട്ടുണ്ട്. എങ്കിലും ഇന്നും എന്നെ ഗഹനമായി നിരീക്ഷിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴങ്ങളിൽ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആധ്യാത്മിക ശക്തികളുടെയും ജ്ഞാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും നിധി എനിക്കിപ്പോൾ സ്പഷ്ടമായി കാണാൻ കഴിയുന്നു. ഞാൻ ശാന്തിയാണ്. ശാന്തി തന്നെയാണ് ഞാൻ. ശാന്തസ്വരൂപ ആത്മാവാണ് ഞാൻ. ഞാനിപ്പോൾ എൻ്റെ ശിരസിന് കുറച്ച് മുകളിലായി പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന സർവാത്മാക്കളുടെയും അച്ഛനായ പരമപിത പരമാത്മാ ശിവഭഗവാനെ അത്യുജ്വലമായി തിളങ്ങുന്ന പരമ ജ്യോതിസ്വരൂപത്തിൽ വ്യക്തമായി കാണുന്നു. സ്നേഹസാഗരനായ ഈശ്വരൻ ദിവ്യവും അലൗകികവും പവിത്രവുമായ സ്നേഹത്തിൻ്റെ ഊർജം തൻ്റെ മുഴുവനും
സ്നേഹം എന്നിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരീയ സ്നേഹത്തെ പൂർണ്ണമായും ഞാൻ എന്നിലേക്ക് ആവാഹിച്ചെടുത്ത് ആത്മാവിൻ്റെ ഉള്ളിൽ സ്വാംശീകരിച്ച് ഞാനും സ്നേഹത്തിൻ്റെ തന്നെ മാസ്റ്റർ സാഗരമായിക്കൊണ്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഭഗവാൻ ഇപ്പോൾ ജ്ഞാനപ്രകാശമാണ് എന്നിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അനുപമമായ അത്യധികം ദുർലഭമായ സമ്പൂർണമായ പരമാത്മജ്ഞാനത്തെ പൂർണ്ണമായും ഞാൻ എന്നിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. ജ്ഞാനപ്രകാശം എന്നിൽ നിറഞ്ഞ് എന്നിലെ അജ്ഞാന അന്ധകാരത്തെ അകറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നു. പതിത പാവനനായ പവിത്രതയുടെ സാഗരമായ ഈശ്വരൻ പവിത്രതയുടെ പ്രകാശകിരണങ്ങൾ എന്നിലേക്ക് വർഷിച്ച് എന്നിലെ സകല പാപങ്ങളെയും ഭസ്മീകരിച്ച് ശുദ്ധീകരിച്ച് എന്നെയും പവിത്രമായ പാവനമായ സാത്വികമായ ആത്മാവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരീയ ഊർജം എന്നിൽ നിന്ന് ഭൂമിയുടെ അങ്ങേറ്റം വരെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചലമായ കുളത്തിൽ ഒരു കല്ലിട്ടാൽ കുറേ സമയത്തേക്ക് ഉത്ഭവിക്കുന്ന അലകൾ കുളത്തിൻ്റെ അങ്ങേറ്റം വരെ എത്തുന്നത് പോലെ ഈശ്വരീയ ഊർജ തരംഗങ്ങൾ ഭൂമി മുഴുവനും അലയടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പഞ്ചഭൂതങ്ങളിലൂടെയും സമസ്ത ജീവരാശികളിലൂടെയും ഓരോ മാനവനിലൂടെയും ഈ പ്രകാശം കടന്നുപോയി സ്പർശിച്ച് പ്രവർത്തിച്ച് സർവത്ര ശാന്തിയും സന്തോഷവും സുഖവും ജ്ഞാനവും ആനന്ദവും കൊണ്ട് സമ്പന്നമാക്കുന്നു. എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ. പഞ്ചഭൂതങ്ങൾ സഹിതം സർവചരാചരങ്ങൾക്കും ശാന്തിയും സുഖവും അനുഭവിക്കാൻ കഴിയട്ടെ. ആകാശതത്വം ശാന്തമാവട്ടെ. വായു സുഖദായിയാവട്ടെ. അഗ്നിതത്വം ശാന്തമാവട്ടെ.
ജലതത്വവും പൃഥ്വിയും ഓരോ കണികയിലും ഈശ്വരീയ ഊർജം നിറഞ്ഞ് ശാന്തമാകുന്നതായി എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയട്ടെ. എങ്ങും ശാന്തി, സർവത്ര ശാന്തി. സകല തിന്മകളും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഭൂലോകം നന്മകളുടെ വിളനിലമായി ഉദ്ധരിക്കപ്പെടുകയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി.